ഹലോ, എല്ലാവർക്കും ശോഭ വ്ളോഗ് 65ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആവോലി കൊണ്ട് കൊടംപുളി ഇട്ടൊരടിപൊളി കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി ആവോലിക്ക് കന്നഡയിൽ മാഞ്ചി മീനു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം, കഴുകി എന്നുള്ളതിന് കന്നഡയിൽ ತೊಳೆದು ക്ലീൻ ಮಾಡಿದ ಮೇಲೆ ഇതിലേക്ക് എന്നുവെച്ചാൽ ഇതിക്ക് അരിശിന പൊടി എന്നുവെച്ചാൽ മഞ്ഞൾപ്പൊടി, അരിശിന 2 ടീസ്പൂൺ, മുളക് പൊടി, ಮೆಣಸಿನ പൊടി ಅದು 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഉപ്പു, രുചിക്ക് തക്കಷ್ಟು ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലെ ഇച്ചിരി വെള്ളത്തിന് കന്നഡയിൽ നീരു ഇട്ടതിന് ശേഷം ഇതൊന്ന് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചേർത്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. ನಂತರ ಇದಕ್ಕೆ ಏನೇನು ಸೇರಿಸಬೇಕು എന്ന് വെച്ചാൽ എന്തൊക്കെ ചേർക്കണം ಅಂತ ನಾನು ಹೇಳ್ತೀನಿ എന്ന് ഞാൻ പറയാം. ആവോലിക്ക് മാഞ്ചി മീനു, ഇതിന് ചെറിയ സാമ്പാർ ഉള്ളി, കന്നഡയിൽ സാമ്പാർ ഈരുള്ളി, ഉള്ളിക്ക് ഈരുള്ളി, ഇത് ചെറുതായി മുറിക്കണം. എന്ന് ചിಕ್ಕದಾಗಿ എന്ന് വെച്ചാൽ ചെറുതായി എന്നുള്ള ಚಿಕ್ಕದಾಗಿ കട്ട് ಮಾಡಬೇಕು എന്നുവെച്ചാൽ മുറിക്കണം. പിന്നെ ഇഞ്ചിക്ക് കന്നഡയിൽ ಶುಂಠಿ ചെറുതായി മുറിച്ചിടണം. ಸಣ್ಣದಾಗಿ ಕಟ್ ಮಾಡಿ ಹಾಕಬೇಕು. ಶುಂಠಿ കട്ട് ಮಾಡಿ ഇടಬೇಕು എന്നുവെച്ചാൽ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ പച്ചമുളകിന് ಹಸಿಮೆಣಸಿನಕಾಯಿ, കറിവേപ്പിലക്ക് കരിവേവ്, വെളുത്തുള്ളിക്ക് 4 അല്ലി വെളുത്തുള്ളിക്ക് വെള്ളുള്ളി, പിന്നെ ടൊമാറ്റോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ മണ്ണിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒരു 3-4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ಇದಕ್ಕೆ ಎಣ್ಣೆಯನ್ನು ಹಾಕಬೇಕು. 4 ಟೀಸ್ಪೂನ್ ಎಣ್ಣೆ. ನಂತರ പിന്നെ ഇതിൽ ಹಸಿಮೆಣಸಿನಕಾಯಿ ಅಂದರೆ പച്ചമുളക്, ಶುಂಠಿ, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, സണ്ണದಾಗಿ കട്ട് ಮಾಡಿರೋದು, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതെല്ലാം ಹಾಕಿ ಒಂದು ಸ್ವಲ್ಪ ಹೊತ್ತು ಫ್ರೈ ಮಾಡಬೇಕು. ಇದೆಲ್ಲ ಇಟ್ಟതിന് ശേഷം എന്നുവെച്ചാൽ ഇതൊക്കെ ಹಾಕಿದ ಮೇಲೆ ಫ್ರೈ ಮಾಡಬೇಕು. ಕರಿಬೇವು എന്നുവെച്ചാൽ ಕರಿವೇಪಿല, ಇದನ್ನು ಸ್ವಲ್ಪ ಹೊತ್ತು എന്നുവെച്ചാൽ ഇത് കുറച്ച് നേരം ഫ്രൈ ಮಾಡಬೇಕು എന്നുവെച്ചാൽ ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിക്ക് കുറച്ച് മസാല നമ്മൾ ആദ്യം മീന് ಮ್ಯಾರಿನೇಟ್ വെച്ചിരുന്നു. അതുകൊണ്ട് ಮೊದಲು ನಾವು ಮ್ಯಾರಿನೇಟ್ ಮಾಡುವಾಗ ಇಟ್ಟಿದ್ವಿ. ആദ്യം ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് വെളുത്തുള്ളി, വെള്ളുള്ളി, ഇഞ്ചി, ಶುಂಠಿ, ಹಸಿಮೆಣಸಿನಕಾಯಿ, പച്ചമുളക്, കറിവേപ്പില, കരിവേവ്. അത് കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ചെറിയ സാമ്പാർ ഉള്ളി, ചിക്ക ഈരുള്ളി, സാമ്പാർ ഈരുള്ളി, ഉള്ളിക്ക് കന്നഡയിൽ ഈരുള്ളി, സാമ്പാർ ഉള്ളി ചെറുതായി മുറിച്ചിട്ടത്, ಸಾಂಬಾರ್ ಈರುಳ್ಳಿ ಸಣ್ಣದಾಗಿ ಕಟ್ ಮಾಡಿ ಹಾಕಿರೋದು, ಇದು ಫ್ರೈ ചെയ്യണം. ಇದನ್ನು ಫ್ರೈ ಮಾಡಬೇಕು. ನಂತರ പിന്നെ ഇതിലേക്ക് ಇದಕ್ಕೆ 1 ടീസ്പൂൺ ಮೆಣಸಿನ പൊടി എന്നുവെച്ചാൽ 1 ടീസ്പൂൺ ಮೆಣಸಿನ പൊടി. ഇത് നല്ല ಟೇಸ್ಟುಳ್ಳ ಕರಿയാണ്. ಇದು ತುಂಬ ಟೇಸ್ಟಿಯಾಗಿರೋ ಕರಿ, ಫಿಶ್ ಮೀನು ಕನ್ನಡയിൽ ಮೀನು.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവോലിക്ക് മാഞ്ചി മീനും എന്നാണ് പറയുന്നത്. ആവോലി, മാഞ്ചി. പിന്നെ ഉള്ളിക്ക് എന്താ പറയാന്ന് ഞാൻ പറഞ്ഞു, ഈരുള്ളി. പച്ചമുളകിന് ഹസിമെಣസിനക്കായി. ഇഞ്ചിക്ക് ശുಂಠಿ. സാമ്പാർ ഉള്ളി, ശുಂಠി, ഇഞ്ചി, വെളുത്തുള്ളിക്ക് കന്നഡയിൽ വെള്ളുള്ളി. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആവണം കുറച്ച് നേരം. കുറച്ചೊಂದು ಕಲರ್ ಮಾರಣ ഇതിൻ്റെ. ಸ್ವಲ್ಪ ಹೊತ್ತು ಇದರ ಕಲರ್ ಚೇಂಜ್ ಆಗಬೇಕು. കുറച്ച് നേരം ഒരു 10 ಮಿನಿಟ್ಸ್, ಒಂದು 10 ನಿಮಿಷ ಫ್ರೈ ಮಾಡಿದರೆ ಸಾಕು. 10 ನಿಮಿಷ ಫ್ರೈ ചെയ്താൽ ಸಾಕು. ഇതിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ಮೆಣಸಿನಪುಡಿ, 1 ടീസ്പൂൺ അരിശിനപ്പൊടി. എന്നുവെച്ചാൽ 1 ടീസ്പൂൺ ആദ്യം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ಮೆಣಸಿನಪುಡಿ. അത് രണ്ടും ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാം. ನಂತರ ಅರ್ಧ ಟೀಸ್ಪೂൺ മല്ലിപ്പൊടിക്ക് കന്നഡയിൽ കൊത്തമ്പരി പൊടി. അർദ്ധയോ ഇല്ല, മുക്കാലിട്ടാലും കുഴപ്പമില്ല. കൊത്തമ്പരി പൊടി മീൻസ് മല്ലിപ്പൊടി. ಅದು ഒരു 2 ಮಿನಿಟ್ಸ್ 3 ಮಿನಿಟ್ಸ್ ಫ್ರೈ ചെയ്യണം. ಒಂದು 3 ನಿಮಿಷ ಫ್ರೈ ಮಾಡಬೇಕು. ನಂತರ പിന്നെ ഇതിലേക്ക് ಇದಕ್ಕೆ ಕಟ್ ചെയ്ത് വെച്ചിരിക്കുന്ന ಟೊಮೊಟೊ, ಕಟ್ಟು ಮಾಡಿ ಇಟ್ಟಿರುವ ಟೊಮೊಟೊವನ್ನು ಸೇರಿಸಬೇಕು എന്ന് പറഞ്ഞാൽ ചേർക്കണം. ഇതിലേക്ക് ಟೊಮೊಟೊ ഇടണം. മുറിച്ച് വെച്ചിരിക്കുന്ന ಟೊಮೊಟೊ, ಕಟ್ ಮಾಡಿ ಇಟ್ಟಿರುವ ಟೊಮೊಟೊವನ್ನು ಸೇರಿಸಬೇಕು. എന്നതിന് ശേഷം ನಂತರ ഒരു അരമുറി തേങ്ങ, 1/2 kg ആവോലിക്ക് അരമുറി തേങ്ങ, അത് നല്ലോണം പേസ്റ്റാക്കി അരക്കണം. ಅರ್ಧ ತೆಂಗಿನಕಾಯಿ, ಅರ್ಧ ಹೋಳು ತೆಂಗಿನಕಾಯಿ എന്ന് വെച്ചാൽ തേങ്ങക്ക് ತೆಂಗಿನಕಾಯಿ ಚೆನ್ನಾಗಿ ರುಬ್ಬಬೇಕು ಅಂತ അരച്ചത് നല്ലോണം അരക്കണം. ಚೆನ್ನಾಗಿ ರುಬ್ಬಿರುವ നല്ലോണം അരച്ച അരമുറി അർദ്ധ ತೆಂಗಿನಕಾಯಿಯನ್ನು വെള്ളം ಆವಶ್ಯಕತೆಯನುಸರಿಸಿ ಇದಕ್ಕೆ ചേർത്താൽ മതി. ಸೇರಿಸಬೇಕು. ನೀರು ഇതിൽ ನೀವು ചേർಕೊಂಡು ಹಾಕ್ಬೋದು. ನಾನು ವಿಡಿಯೋದಲ್ಲಿ ತೋರಿಸೋ ಥರ, ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇട്ടാൽ മതി. ನಂತರ ಇದಕ್ಕೆ ಕೊಡಂಬುಳಿ ഒരു 3 എണ്ണം. ಕೊಡಂಬುಳಿ ಕನ್ನಡದಲ್ಲಿ ಕೇರಳ ಹುಳಿ, ಹುಣಸೆಹಣ್ಣು എന്ന് പറയും. ಅದನ್ನು ಹಾಕ್ಬೋದು. 3 എണ്ണം എന്നുവെച്ചാൽ 3 വലുത്, കുറച്ച് വലുത്. പുളിക്കനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിതിൽ 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ನೀವು ಇದಕ್ಕೆ 3 ಕೇರಳ ಹುಣಸೆಹಣ್ಣನ್ನು ಹಾಕ್ಬೋದು. കന്നഡയിൽ ഇതിന് കേരള ಹುಣಸೆ എന്നാണ് പറയുന്നത്. ಆಮೇಲೆ പിന്നെ ഇതിലേക്ക് നമ്മൾ ಮ್ಯಾರಿನೇಟ್ ചെയ്ത് വെച്ചിരിക്കുന്ന ಆವೋಲಿ ಪೀಸಸ್ ಇಡണം. ನಂತರ ಇದಕ್ಕೆ ನಾವು ಮ್ಯಾರಿನೇಟ್ ಮಾಡಿ ಇಟ್ಟಿರುವ ಮಾಂಜಿ ಮೀನನ್ನು ಹಾಕಬೇಕು. ಮಾಂಜಿ ಮೀನನ್ನು ಹಾಕಿ ಇದನ್ನು ಒಂದು 15 ಮಿನಿಟ್ ഇത് വേവിക്കണം. ಇದನ್ನು മാഞ്ചി മീനನ್ನು ಕೊಡಂಬುಳಿ ಇಟ್ಟതിന് ശേഷം ഇതൊരു 15 ಮಿನಿಟ್ വെന്താൽ മതി. വേവിക്കണം. ಇದನ್ನು 15 ನಿಮಿಷ ಬೇಯಿಸಬೇಕು. ನಂತರ പിന്നെ ಇದಕ್ಕೆ ಕರಿ ಲೀವ್ಸ್ ಕರಿಬೇವು ಸೇರಿಸಿ ಈಗ ಕರಿ ರೆಡಿ ಆಯಿತು. ഇപ്പോൾ കറി ರೆಡಿ.